നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിന്ന് ബിഷപ്പിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ കരുതും ഞാൻ ബിഷപ്പിന് തെറിയ പറയാൻ പോകുമെന്നോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറ്റം പറയുകയാണെന്നുള്ളതാണ് രീതിയിലാണ് ആൾക്കാർ കേൾക്കാൻ പോകുന്നത്. പക്ഷേ അതല്ല, ഞാൻ ബിഷപ്പിൻ്റെ ഭാഗത്ത് തന്നെ എപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും ഇതായിട്ട് യൂട്യൂബിലായാലും ഒക്കെ അച്ഛനെ കരിവാരി തേക്കുന്ന കുറേ ജന്മങ്ങളുണ്ട്. അതായത് കുറേ യൂട്യൂബർമാരുണ്ട്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അച്ഛൻ വെളിപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു വിമർശനങ്ങൾ കേൾക്കാൻ പാടില്ല. കുറേ തെറി പറയുന്നു, എന്തൊക്കെയാണ് ചില ആളുകൾക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ള ഒരു ലൈസൻസ് ഇല്ല ചില യൂട്യൂബർമാർക്ക്. അതിനിടയിൽ അച്ഛൻ്റെ ഭൂതകാല ചരിത്രങ്ങളൊക്കെ കൊണ്ടിരുന്നു. അച്ഛൻ 1979 ജനിച്ചാണെന്നും അച്ഛൻ ഇങ്ങനെ ഒരു മീനമ്മ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരിയുടെ മുതൽ പിടിച്ചു പറിച്ചതാണെന്നും, അതിൻ്റെ ഇടയിൽ ഏതോ ഒരു മീൻചട്ടിയുടെ കാര്യം പറയുന്നു. മീൻചട്ടി ഈ തള്ളയെ കഴുത്ത് ചരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നെന്നും അവർ മരിച്ച പോലെ അഭിനയിച്ചെന്നും, അപ്പോൾ ലണ്ടനിലോ ബ്രിട്ടനിലുള്ള മറ്റുള്ള ഫാമിലിക്ക് ഫോൺ വിളിച്ചു പറയുന്നു മീനമ്മ ശ്വാസം മുട്ടലായിരുന്നു. ആ ഉടനെ ഇവർ ചാടി എണീക്കുന്നു. ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് പറയുന്നു ഈ മീൻചട്ടി എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് പറയുന്നു. ഇതൊക്കെ വല്ല പ്രശസ്ത യൂട്യൂബർമാർ കൊണ്ടുവരുന്നതാണ്. ഞാനുണ്ടാക്കി പറഞ്ഞൊന്നുമില്ല. ഞാൻ കാര്യങ്ങൾ എന്താണെന്നുള്ള അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ സജീനയുടെ ഒരു വോയിസും കേട്ടു, ബിഷപ്പിൻ്റെ ഒരു വോയിസും കേട്ടു, തങ്കച്ചൻ അതായത് രേണുസുധീർ അച്ഛൻ്റെ ഒരു വോയിസും കേട്ടു. അപ്പോൾ ഇതിലൊക്കെ രേണുസുധീർ അച്ഛൻ പറയുന്നത്, തങ്കച്ചൻ പറയുന്നത്, അച്ഛനോട് നമുക്ക് യാതൊരു വിരോധമില്ല, അച്ഛനും ഞങ്ങളും ഒരു വീട് പോലെയാണ് കഴിയുന്നത്. അപ്പോൾ ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ യാതൊരു മാറ്റവും ഇതാകുന്നില്ല. ഞാനും അച്ഛനും രേണുവൊക്കെ. കാരണം ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി ഞങ്ങൾ അച്ഛനോട് ക്ഷമ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് രേണുവിൻ്റെ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണ് അച്ഛൻ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ അച്ഛനോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഈ സ്ഥലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫിറോസിൻ്റെ ചുറ്റിക്കളി എന്താണ്? ഫിറോസിൻ്റെ കള്ളക്കളി എന്താണ്? ഇതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരേണ്ട കാര്യമാണ്. പലരും അച്ഛനെ വിമർശിക്കാനായിട്ട് ആളുകളുണ്ട്. അച്ഛൻ അത് പറഞ്ഞു, അച്ഛൻ ഇത് പറഞ്ഞു. അച്ഛൻ പിന്നെയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വൈറലാകുകയാണ്. അച്ഛൻ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ഈ പ്രശ്നങ്ങളെന്നുള്ളത് ഇതിനൊരു വ്യക്തത വേണം, ഒരു പൂർണ്ണത വേണം. കാരണം ഇതൊരു അവസാനമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. ഈ രേണുസുധിയുടെ കണ്ടൻറ്റ് തന്നെയാണ് ഇപ്പോൾ 1 കൊല്ലമായിട്ട് 2 കൊല്ലമായിട്ട് ചില യൂട്യൂബേഴ്സ് തന്നെ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു അവസാനം പറയും. വെറുതെ ഇങ്ങനെ വായിക്ക് വരുന്ന കോതയ്ക്ക് വട്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ യൂട്യൂബർമാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ അച്ഛനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ അച്ഛനെ ഇങ്ങനെ ആൾക്കാർ തേജോവധം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നും ചില യൂട്യൂബറൊക്കെ വന്നിട്ട് ഇരുന്ന് ഇങ്ങനെ കുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ചെയ്യാൻ പറ്റുന്നതാണോ ചെയ്തത്? കിച്ചുവിനോട് ചെയ്തത് ശരിയാണോ? കിച്ചു ചെയ്തത് എന്താണെന്നും ഒക്കെ ഉള്ളത് അച്ഛൻ തന്നെ നേരത്തെ പറയേണ്ടിയായിരുന്നു. അത് എനിക്ക് ചില കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. അപ്പോൾ അറിയും, അതൊക്കെ പറയുമെന്ന് പറഞ്ഞ് പിന്നെ പറയാൻ നിൽക്കുമ്പോൾ അത് വില പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത വായിൽ തന്നെ അപ്പം തന്നെ പറയണത്. കാരണം അച്ഛനെ ഇങ്ങനെ ആൾക്കാരിട്ടിട്ട് ഒരു എന്താ പറയുക, നല്ലോണം തേജോവധം ചെയ്യാം. അപ്പോൾ അച്ഛൻ്റെ തടി നോക്കുക. മനസ്സിലായില്ലേ? അതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അറിയും, ഞാൻ ഇപ്പോൾ പൊട്ടിക്കും അതുകൊണ്ട് കാര്യമില്ല. ആൾക്കാർ അച്ഛനെ തന്നെയാണ് കളിയാക്കുന്നത്. അതുപോലെ തന്നെ സജീനയും പറയുന്നുണ്ട്, സജീനയുടെ പേര് കേസ് കൊടുത്തത്. അത് സജീന അച്ഛനെ പറ്റി അന്ന് വീഡിയോ ചെയ്തപ്പം അച്ഛൻ അതിൻ്റെ പേര് കേസ് കൊടുത്തു. അച്ഛന് പിന്നെ ആ കേസ് പിൻവലിക്കാൻ പോയില്ല. എന്നാൽ സജീന പോയിട്ട് അതൊന്ന് പിൻവലിക്കാൻ അച്ഛനോട് പറഞ്ഞിട്ടൊന്നുമില്ല. അതങ്ങനെ ഒന്ന് പറയുന്നു. പിന്നെ അച്ഛനും പറയുന്നു ഞാനും രേണുസുധിയുടെ കുടുംബമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, നല്ല കാര്യം, അതൊക്കെ അച്ഛൻ നല്ല കാര്യമാണ്. പക്ഷേ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛൻ ഈ കാര്യങ്ങൾ ഇതിന് പൂർണ്ണമായിട്ടൊരു ഇത് വേണം. അതുപോലെ ഈ ഫിറോസ് വീട് വെച്ച് കൊടുത്തിട്ട് ഈ തങ്കച്ചന് വീട്ടു നമ്പർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു.
അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ആധാരമോ മുദ്ര എന്തോ കടലാസുകളൊക്കെ ശരിയാകാനുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ രൂപവും പറയണം. കാരണം ഇതിപ്പോൾ കൊല്ലങ്ങളായത് ഇപ്പോൾ അച്ഛന് ഒരു അവസാനമില്ല. കാരണം അച്ഛന് പിന്നെ ഒരു നിന്ന് തിരിയാനുള്ള അച്ഛനെ ഇങ്ങനെ ആൾക്കാരെ ഏറെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചില യൂട്യൂബർമാരൊക്കെ വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അവരെ തല്ലാൻ തോന്നും. കാരണം അതുപോലുള്ള അനാവശ്യങ്ങളും തെറികളുമാണ് പറയുന്നത്. എടോ താൻ ചേട്ടാ, അച്ഛനെയൊക്കെ കയറി ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചാൽ ഇവൻ്റെ ചേട്ടനാണോ അച്ഛൻ? വിമർശിക്കാം ഒരു മാന്യമായ രീതിയിൽ. അതേപോലെ ഈ സായി കൃഷ്ണ പറയുന്നു അച്ഛനെ ചാട്ടുപാറടിച്ച് തല്ലണം. അവനെന്താ അധികാരം? ഒരു കാര്യം ചെയ്യും, ഇവനിട്ട് രണ്ടെണ്ണം നമുക്ക് കൊടുക്കാം, പറ്റുമോ? അവന് മാന്യമായ രീതിയിൽ അച്ഛനോട് സംസാരിക്കാം. അച്ഛനെ ഓൻ ചാട്ടവാറടിച്ച് ചാട്ടവാറ കൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞാൽ അവനാരാണ്? ഉടനെ അത് ഏറ്റവും സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ചില യൂട്യൂബർമാർ വേറെ ഉണ്ട്. അത് അവൻ അങ്ങനെ പറഞ്ഞല്ല, അവൻ വെറുതെ തമാശ രീതിയിൽ പറയണത്. തമാശ രീതിയിലാണോ അച്ഛനോട് പറയുന്നത്? അവൻ തമാശയ്ക്ക് പറയാം. അവനിട്ട് ആരെങ്കിലും കൊട്ടിക്കഴിഞ്ഞാലോ അടിച്ചു കഴിഞ്ഞാലോ അവൻ തമാശയായിട്ട് എടുക്കും. ഇത് കുറേ ദിവസമായി ഇതിങ്ങനെ കേൾക്കുന്നത്. ഞാനിത് മിണ്ടണ്ടല്ലോ എന്ന് കരുതിയിരിക്കുകയാണ്. കാരണം ഈ പ്രശ്നം ഞാൻ അവസാനിപ്പിച്ചതാണ്. അപ്പോൾ അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ അച്ഛൻ ഉള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഇപ്പോൾ അച്ഛൻ ഇപ്പോഴത്തെ യൂട്യൂബർമാരുടെയൊക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ അച്ഛനെ വിമർശിച്ചു കൊണ്ട് വേണം. കാരണം അച്ഛനെ സപ്പോർട്ട് ചെയ്യാനൊരു മനുഷ്യനില്ല. ഇപ്പോൾ സജീന പിന്നെ ഈ തങ്കച്ചൻ ചേട്ടനൊക്കെയാണ് ഇപ്പം അച്ഛൻ്റെ ഭാഗത്ത് ഒരു നിൽക്കുന്നത്. കാരണം എന്താ ചോദിച്ചാൽ അച്ഛനുമായിട്ട് യാതൊരു ഇതുമില്ല, പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്ന അവരാണ്. സജിനയുടെ ഒപ്പം ശ്രീതു വരെ അച്ഛനെ വിമർശിച്ചുകൊണ്ടാണ് ഇന്നും വീഡിയോ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തമായ രീതി കാര്യങ്ങൾ ഇതിനൊരു അന്തം ഉണ്ടാകണം. അന്തം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു അവസാനം ഉണ്ടാകണം. കാരണം ഇതിങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണിത്. മനസ്സിലായില്ലേ? എന്നും ഇതിങ്ങനെ അച്ഛൻ അത് ചെയ്തു, അച്ഛൻ ഇത് ചെയ്തു, അച്ഛനെപ്പറ്റി ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പുറത്താണ്. വോയിസ് ക്ലിപ്പൊക്കെ എവിടുന്നോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എനിക്കറിയത്തില്ല ഇത് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളത്, ആര് കൊടുക്കുന്നു എന്നുള്ളത് അറിയത്തില്ല. അച്ഛൻ പബ്ലിഷായിട്ട് അച്ഛൻ സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ തന്നെ ചില ആളുകളെടുത്ത് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒന്നിലധികം ചാനലുകാർക്കൊന്നും ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുക. ഈ ഇൻ്റർവ്യൂ കൊടുക്കുമ്പം അവരത് വേറെ രീതിക്കൂടി റെക്കോർഡ് ചെയ്തിട്ട് അച്ഛനെ നാറ്റിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് കണ്ടൻറ്റ് കിട്ടണം. ആ കണ്ടൻറ്റ് വെച്ച് ഇങ്ങനെ പിന്നെ കാശുണ്ടാക്കി തിന്നണം. കാരണം ഇതൊന്നും അങ്ങനെ ശരീരത്തിൽ പിടിക്കില്ല. അച്ഛൻ്റെ ഭാഗം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് 100% ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇതിൻ്റെ ഒരു വ്യക്തമായ രൂപം കൊണ്ടുവരിക. ഇതിങ്ങനെയൊന്നും മുന്നിലേക്ക് പോയാൽ പറ്റത്തില്ല. ശരിയെന്നാൽ വേറൊന്നും കൂടുതലും പറയാനൊന്നുമില്ല. ഓക്കെ.